പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയുമായി വരികയാണ്. ഈ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. PV അൻവർ MLA ഉയർത്തുന്ന രാഷ്ട്രീയ വിവാദങ്ങളെ ചെറുക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ RSSന്റെ അതേ നാണയത്തിലുള്ള അജണ്ട പുറത്തെടുത്തു. അതും ഡൽഹിയിൽ വെച്ച് സംഘപരിവാറിന്റെ പ്രൊഫൈലുകൾക്ക് വലിയ ആവേശം നൽകുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രി ദ ഹിന്ദുവിലൂടെ നിർവഹിച്ചിരിക്കുന്നത്. അൻവർ MLA മുന്നോട്ട് വെക്കുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടി അറിഞ്ഞു തന്നെയാണ് നടപ്പാക്കുന്നത് എന്ന സ്ഥിരീകരണമാണ് ഇന്ന് ദ ഹിന്ദുവിന് നൽകിയ അഭിമുഖത്തിലൂടെ മുഖ്യമന്ത്രി സമ്മതിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 150 കോടി രൂപയുടെ സ്വർണ്ണക്കടത്തും അതുപോലെ തന്നെ 123 കോടി രൂപയുടെ ഹവാല ഇടപാടുകളും കേരള സംസ്ഥാന പോലീസ് പിടികൂടി എന്നാണ് മുഖ്യമന്ത്രി അഭിമാനപൂർവ്വം പറയുന്നത്. എന്നാൽ കസ്റ്റംസും പോലീസും തമ്മിലുള്ള ഒത്തുകളിയിലൂടെയാണ് എയർപോർട്ടിന്റെ ഉള്ളിൽ വെച്ച് ആരെയും പിടിക്കാതെ അത് പുറത്തേക്ക് വിടുകയും പോലീസിന് കസ്റ്റംസ് തന്നെ നൽകുന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ പുറത്തു വച്ച് പോലീസ് പിടികൂടി ആ സ്വർണം പൊട്ടിക്കുന്നു എന്നുമാണ് പ്രധാന ആരോപണമായി അൻവർ ഉന്നയിച്ചിട്ടുള്ളത്. RSSനെതിരെ ശക്തമായ നിലപാടെടുത്തിരുന്നുവെന്നും അവർക്കെതിരെ ശക്തമായി നിലനിന്നതുകൊണ്ടാണ് ഞങ്ങളുടെ പല പ്രവർത്തകരും കൊല്ലപ്പെട്ടതെന്നും മുഖ്യമന്ത്രി സൂചിപ്പിക്കാൻ മറന്നില്ല. എന്നാൽ 1970കളിൽ ജനസംഘം പിന്തുണയിലാണ് അഥവാ RSSന്റെ പിന്തുണയിലാണ് പിണറായി വിജയൻ കേരളത്തിന്റെ നിയമസഭയിലേക്ക് MLA ആയി എത്തിയിട്ടുള്ളത് എന്ന ചരിത്രവും കേരളത്തിന് അറിയാം. പിണറായി വിജയന്റെ ഉള്ളിൽ സൂക്ഷിക്കുന്ന RSSകാരനെ പുറത്തെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഡൽഹിയിലെ ഈ ഇന്റർവ്യൂവിലൂടെ നമുക്ക് ബോധ്യപ്പെട്ട് തുടങ്ങിയിരിക്കുന്ന യാഥാർത്ഥ്യം. കേരളത്തിൽ 4 എയർപോർട്ടുകളുണ്ട്. തിരുവനന്തപുരത്തും കൊച്ചിയിലും കരിപ്പൂരിലും കണ്ണൂരിലും. അതുപോലെ തന്നെ കരിപ്പൂരിൽ നിന്ന് പിടിക്കുന്ന സ്വർണങ്ങളുടെയും ഹവാലയുടെയും ഇടപാടുകൾ മുഴുവനും തീവ്രവാദത്തിന്റെയും അതുപോലെ തന്നെ മലപ്പുറം ജില്ലക്കാരുടെയും തലയിലേക്ക് കെട്ടിയേൽപ്പിക്കുന്ന പിണറായി വിജയൻ ഒരു കാര്യം വ്യക്തമാക്കേണ്ടതുണ്ട്. കേരളം അത് തിരിച്ചറിയാൻ ആഗ്രഹിക്കുന്നു. തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ എയർപോർട്ടുകൾക്ക് പുറത്ത് എന്തുകൊണ്ടാണ് ADGPയുടെ നേതൃത്വത്തിൽ പുറത്തു നിർത്തി കസ്റ്റംസിന് പുറത്ത് ഈ വരുന്ന ആളുകളിൽ നിന്ന് സ്വർണവും കള്ളക്കടത്തും ഹവാലയും പിടിക്കാത്തത്? തിരുവനന്തപുരം, കൊച്ചി, കണ്ണൂർ ഈ എയർപോർട്ടുകളിൽ ഒരുപക്ഷെ ഡിപ്ലോമാറ്റിക് ബാഗുകളിലായിരിക്കാം സ്വർണം വരുന്നത്. അതുകൊണ്ടായിരിക്കാം ADGPയുടെ നേതൃത്വത്തിൽ ഒരു സംഘത്തെ നിർത്തി പോലീസിന് അത് പൊട്ടിച്ചെടുക്കേണ്ട ആവശ്യം ഇല്ലാത്തത് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. വിശ്വാസം രക്ഷിക്കട്ടെ എന്ന് നമുക്ക് പറയാം. എന്തായാലും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി വൈരുദ്ധ്യാധിഷ്ഠിത ഹിന്ദുത്വവാദത്തിലേക്ക് മാറുകയാണ് മുഖ്യമന്ത്രിയും എന്ന് നമുക്ക് പറയാം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം. അതുവരെ നല്ല നമസ്കാരം.